തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഇവിടെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച്, അതായത് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഉള്ള കാലങ്ങളും സമയങ്ങളും അതിനെക്കുറിച്ച് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ എഴുതി അറിയിക്കാനായിട്ട് യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കാരണം അവർക്ക് നല്ലതുപോലെ അറിയാം. 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പോൾ തെസ്സലോനിക്കയിലെ സഭയിലെ ആരോട് ചോദിച്ചാലും കർത്താവ് എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് റെഡി ഉത്തരമുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കർത്താവ് എങ്ങനെയാ വരുന്നത്, എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ ആ കാലത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ ഒക്കെ അവർക്ക് നല്ല നിശ്ചയമുണ്ട്. എന്താണ് ആ നിശ്ചയം എന്ന് ചോദിച്ചാൽ, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. അപ്പൊ നമുക്കറിയാം, കള്ളൻ സാധാരണഗതിയിൽ രാത്രിയിലാണ് വരുന്നത്. പകലും കയറുന്ന കള്ളന്മാരൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവിൽ കള്ളന്മാര് രാത്രിയിലാണ് അവരുടെ സഞ്ചാരവും മോഷണവും ഒക്കെ. അതുപോലെ തന്നെ കള്ളന്റെ വരവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്രതീക്ഷിതമാണ്. നമുക്ക് ആർക്കും പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയാത്ത സമയത്താണ്. നമുക്ക് അങ്ങനെ നോട്ടീസൊക്കെ തന്നിട്ടല്ല ഒരു മോഷ്ടാവും മോഷ്ടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു നോട്ടീസ് തന്നിട്ട് ഇത്രാം തീയതി, ഇത്രാം ദിവസം, ഇത്രാം മണിക്കൂറിൽ ഞാൻ വരുമെന്ന് ഉള്ള ഒരു കാര്യമല്ല. അപ്രതീക്ഷിതമായിട്ടാണ് കർത്താവിന്റെ വരവ് എന്നുള്ളതിനെ കുറിച്ച് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള പഠനം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആനുകാലികമായ ലോക സംഭവങ്ങളെ ആസ്പദമാക്കി വിലയിരുത്തിക്കൊണ്ട് അനേകര് കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അതിനെ സംബന്ധിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ കർത്താവ് വരുന്ന മാസവും ദിവസവും ഒക്കെ കൃത്യമായി കുറിച്ച് ആളുകളെ വശീകരിക്കുകയും വഞ്ചിക്കുകയും ചെയ്തതായിട്ടുള്ള സന്ദർഭങ്ങളും ലോകത്ത് പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടെ കൊറിയയിലോ മറ്റോ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിൽ ഏതോ ഒരു ദിവസം പറയുകയുണ്ടായി കർത്താവിന്റെ 2-ാം വരവിനെ സംബന്ധിച്ച്. എന്നാൽ അങ്ങനെയുള്ള യാതൊരു വക തീയതിയും സമയവും ഒന്നും അറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. അത് നാം അതിനുവേണ്ടി ശ്രമിച്ചാലോ, അതല്ല എങ്കിൽ ആരെങ്കിലും നമ്മെ കർത്താവ് വരുന്നതിനെ സംബന്ധിച്ച തീയതിയും മാസവും വർഷവും ഒക്കെ പറഞ്ഞത് നമ്മളെ വശീകരിക്കാൻ ശ്രമിച്ചാലോ, നമുക്ക് നേരെ തെസ്സലോനിക്കയിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ മതി, കർത്താവ് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയാണ് കർത്താവിന്റെ നാൾ എന്നൊരു ഉത്തരം പറയും. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ളതായ വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകളിലൊന്നും നമ്മൾ പോയി പെടുവാനായിട്ട് പാടില്ല. കർത്താവ് തന്നെയും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങളുണ്ട്, സുവിശേഷങ്ങളിലുണ്ട്, ലേഖനങ്ങളിലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42 വാക്യം മുതല് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. അതാണ് കർത്താവ് തന്നെ പറഞ്ഞതാണ്. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവ് താൻ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യമാണ്. 24-ാം അധ്യായം കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചും ലോകത്തിന്റെ അവസാനത്തെ സംബന്ധിച്ചും ഉള്ളതായിട്ടുള്ള കർത്താവിന്റെ വിവരണത്തിലാണ് നമ്മൾ ഇപ്പോൾ വായിച്ചതായിട്ടുള്ള വാക്യങ്ങൾ വരുന്നത്. പത്രോസ് എഴുതിയ ലേഖനത്തിലും 2-ാം ലേഖനത്തിലും കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ
ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല, ഞാൻ കള്ളനെ പോലെ വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിലും ഞാൻ കള്ളനെ പോലെ വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവ് ഒരിക്കലും ഒരു നോട്ടീസ് തന്നിട്ടല്ല. കർത്താവിന്റെ വരവ് വളരെ അപ്രതീക്ഷിതമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണമെന്നാണ്. എന്നാൽ ആ ഒരു താല്പര്യം പലപ്പോഴും നമ്മളിൽ ഇല്ല. കർത്താവ് വരുന്നതിനെ കുറിച്ചുള്ള നമ്മളുടെ ചിന്താഗതി പൊതുവെ, കർത്താവ് ഇത്രയും കാലവുമായിട്ടും വന്നിട്ടില്ല, 2000 വർഷമായിട്ട് കർത്താവ് വരുമെന്ന് ആഗ്രഹിച്ച് നോക്കിയിരുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ട്. എന്നാൽ കർത്താവ് ഈ നാളുകളിലൊന്നും വന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതകാലത്തും വരുവാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് ചില കാലഗണനങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇസ്രായേൽ ഒരു രാജ്യമായി രൂപപ്പെട്ടതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ കർത്താവ് ഒരു കള്ളനെ പോലെ വരുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പൊതുവെ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ തന്നെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കർത്താവ് ഏത് നിമിഷവും വരും. കർത്താവിന്റെ വരവ് അപ്രതീക്ഷിതമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ധാരാളം ബിസിനസ്സുകളും കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയായി നമ്മൾ അങ്ങനെ മുമ്പോട്ട് ജീവിക്കും. കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള യാതൊരു വക താല്പര്യങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർത്താവ് അപ്രതീക്ഷിതമായിട്ട് വരുമെങ്കിൽ നാം എപ്പോഴും ഏത് നിമിഷവും ദൈവം കർത്താവ് വന്നാൽ എടുക്കപ്പെടേണ്ടതിന്, അതല്ല എങ്കിൽ കർത്താവ് വരുമ്പോൾ നാം കർത്താവിന്റെ മുമ്പാകെ നിഷ്കളങ്കരായി വിശുദ്ധരായി കുറ്റമില്ലാത്തവരായി വെളിപ്പെടേണ്ടതിന് കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. നമുക്കങ്ങനെ ഒരു ഒരുക്കമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ദൈവേഷ്ടം ചെയ്യുക എന്നുള്ളതിൽ നിന്നും മാറി നമ്മളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നാം എത്തിപ്പെടും എന്നുള്ളത് മാത്രമാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. ഇവിടെ ഈ നിങ്ങൾ എന്നും അവർ എന്നും രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ വാക്യത്തിലും കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. അപ്പോൾ നിങ്ങൾ എന്നും അവർ എന്നും പറയുന്നതായ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അതാരാണ്? തെസ്സലോനിക്കയിലെ സഭാംഗങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംശയമില്ല. എന്നാൽ അവർ എന്ന് പറഞ്ഞാൽ അവരാരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ മനസ്സിൽ വെക്കുക. നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോഴാണ്, അതായത് യാതൊരു വക പ്രശ്നങ്ങളുമില്ല, എല്ലാം സമാധാനപരമായി പോകുന്നു, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പറയുന്നതായ ഒരു കൂട്ടർ ആളുകളുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കാത്തതായ ചില ആളുകളെ കുറിച്ചായിരിക്കണം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അവർ എന്ന് പറയുന്നത് അവിശ്വാസികളെ കുറിച്ചാണ് എന്ന് ചിന്തിക്കാൻ ന്യായമില്ല. കാരണം അങ്ങനെയാണ് എങ്കിൽ അവർ എന്നുള്ളതല്ല പുറമേ ഉള്ളവരെന്നോ ലോകത്തിലുള്ളവരെന്നോ അവിശ്വാസികളെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പദമായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത്.
എന്നാൽ ഇവിടെ നിങ്ങൾ എന്നും അവർ എന്നും പറയുമ്പോൾ രണ്ട് വിഭാഗം ആളുകളെ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള വാക്യങ്ങളും അതിനെ നമുക്ക് സഹായകമാണ്. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്നപോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പോൾ കള്ളൻ എപ്പോഴാണ് വരുന്നത്? കള്ളൻ രാത്രിയിലാണ്, അല്ലെങ്കിൽ ഇരുട്ടിലാണ്. അപ്പോൾ നിങ്ങൾ ആ നാൾ, അതായത് കർത്താവിന്റെ ആ നാൾ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിന്റെ നാൾ, അല്ലെങ്കിൽ കർത്താവിന്റെ നാൾ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പോൾ ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാത്രി പകൽ ആ ഒരു രീതിയിലല്ല ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വെളിച്ചത്തിലാണ് നടക്കുന്നതെങ്കിൽ, തുടർന്നുള്ള വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അപ്പോൾ വെളിച്ചത്തിന്റെ മക്കൾ, അല്ലെങ്കിൽ വെളിച്ചത്തിൽ വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവ് ഒരിക്കലും അപ്രതീക്ഷിതമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് വെളിച്ചത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ? വെളിച്ചത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരും, അപ്രതീക്ഷിതമായി വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാ സമയത്തും ഒരുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആ നാൾ കള്ളൻ എന്ന പോലെ പിടിക്കാൻ ഇരുട്ടിലല്ലാതെ വെളിച്ചത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഒരുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകലിന്റെ മക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുട്ടിനുമുള്ളവരല്ല. അപ്പോൾ വെളിച്ചത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലുള്ള ദൈവീക ജീവൻ, അല്ലെങ്കിൽ കർത്താവിനോട് നാം ചേരുമ്പോൾ, കർത്താവിനോട് നാം ഒന്നാകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൽ നാം വസിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ, നമ്മളിൽ ദൈവികമായിട്ടുള്ള ആ ജീവൻ നമ്മളിലൂടെയും വ്യാപരിക്കുകയും, അല്ലെങ്കിൽ നിത്യജീവൻ നമുക്കും അവകാശമായി തീരുകയും, ആ നിത്യജീവനാണ് യഥാർത്ഥത്തിൽ നമ്മൾ വെളിച്ചമാണ്, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളാണ് എന്ന് പറയുന്നതിന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ ആണ് വെളിച്ചത്തിന്റെ മക്കളും. ആ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള നിത്യജീവനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വെളിച്ചത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ, അഥവാ കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ എപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി ഒരുങ്ങിയിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ശേഷമുള്ളവർ. ഇവിടെ മൂന്നാമത് ഒരു വാക്ക് വരുന്നുണ്ട്, ശേഷമുള്ളവർ. അവർ എന്നായിരുന്നു നേരത്തെ, ഇവിടെ ശേഷമുള്ളവർ എന്നാണ്. ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഉണർന്നിരിക്കണം. ഇത് ആത്മീയമായിട്ടുള്ള ഒരു ഉറക്കത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഉണർവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അല്ലാതെ നാം രാത്രിയിൽ കിടന്ന് നമ്മുടെ ശരീരത്തിന്റെ വിശ്രമത്തിന് വേണ്ടി ഉറങ്ങുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മീയമായിട്ട് നാം ഉറങ്ങുന്ന ആളുകളാകരുത്, ഉണർന്ന് ഇരിക്കേണ്ടതാണ്. എന്താണ് ഈ ആത്മീയ ഉറക്കം എന്ന് പറയുന്നത്? ആത്മീയ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് ഉറക്കത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരാള് ഒരിക്കലും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കറിയില്ല. അവർ ചുറ്റുപാട് സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല. അവര് പ്രത്യേകിച്ച് അവരെ യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഒരു മരിച്ച ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരു ഉറങ്ങുന്ന. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ആ ജീവനുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനവുമൊന്നുമില്ല എന്നുള്ള നിലയിലാണ് ഒരു ഉറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
അപ്പോൾ ഫലത്തിൽ ഉറങ്ങുന്ന ഒരാളും മരിച്ച ഒരാളും ഒരേപോലെയാണ്. പ്രത്യേകിച്ച് യാതൊരു വക പ്രയോജനവും അവരെ കൊണ്ട് ഉണ്ടാകുന്നില്ല മറ്റാർക്കും. അപ്പോൾ ഇവിടെ ആത്മീയമായിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു വക ആത്മീയമായ താല്പര്യങ്ങളോ പ്രവർത്തനങ്ങളോ ഉത്സാഹമോ ഒന്നും അവർക്ക് ഇല്ലാതെ ജീവിക്കുന്നതായ ഒരു ജീവിതം. അവര് ദൈവേഷ്ടം ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് താല്പര്യമില്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിനെ കുറിച്ച് അവർക്ക് താല്പര്യമില്ല. അവരുടെ ഉള്ളിൽ ദൈവികമായിട്ടുള്ള താല്പര്യങ്ങളോ ഒന്നും അവരുടെ ഉള്ളിലില്ല. മറിച്ച് അവര് ഒരു യാന്ത്രികമായിട്ടുള്ള നിലയിൽ ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ആളുകളായിട്ട് അവരെ കാണപ്പെടും. യാന്ത്രികമായിട്ടുള്ള നിലയിൽ എന്ന് വെച്ചാൽ അവര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് സമയം പ്രാർത്ഥിക്കും, ബൈബിളൊക്കെ വായിക്കും, സഭായോഗങ്ങളിലൊക്കെ ഒരുപക്ഷെ പങ്കെടുക്കും. എന്നാൽ അവരുടെ ജീവിതം ദൈവവുമായിട്ടുള്ള ഒരു സജീവ ബന്ധത്തിലല്ല അവരുടെ ജീവിതം അവർക്ക് തോന്നിയതുപോലെയാണ് എന്നുള്ളതാണ് ആത്മീയമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത്. അവര് ആത്മീയരല്ലെന്നൊന്നും പറയുന്നില്ല, അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ്. അവർക്ക് സത്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് അവര് വിശ്വാസിയാണ് എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനും പ്രയോജനമില്ല, ദൈവസഭയ്ക്കും പ്രയോജനമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം, അതാണ് ഉറങ്ങുന്നതായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. ഉണർന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങളിലും ഒക്കെ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും ദൈവജനവുമായിട്ടുള്ള ബന്ധത്തെ വളരെ ഊഷ്മളതയോടെ അവരെ സൂക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ ദൈവേഷം ചെയ്യുന്നതിൽ അവർ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിട്ടിരിക്കും. ഈ സുബോധം ഇല്ലാത്ത ആളുകളെ നമുക്ക് അറിയാം. സുബോധമില്ലാത്ത ആളുകൾ, ശരിയായിട്ടുള്ള ബോധമില്ലാത്ത ആളുകൾ. എന്താണ് ശരിയായിട്ടുള്ള ബോധമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത്? പല നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒന്ന്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലാതിരിക്കുന്ന ആളുകൾ ആ ഒരു ഗണത്തിൽ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളിലോ ഒക്കെ അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുബോധമില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? സുബോധമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഒരു കാര്യവും ഏൽപ്പിക്കാൻ കഴിയുകയില്ല, അവരെ വിശ്വസിക്കാൻ കഴിയുകയില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ നോക്കുവാനായിട്ട് കഴിയുകയില്ല. അവരങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ജീവിക്കുന്നു, ഒരു ജീവിതം അങ്ങ് പോകുന്നു എന്നുള്ള നിലയിൽ മാത്രമാണ് സുബോധമില്ലാത്തവരുടെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ സുബോധമുള്ളവർ അവരവരുടെ പരിസരത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അവരുടെ മാർഗത്തെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ അറിവുള്ളതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു ദൈവ വിശ്വാസിക്ക് ഉറങ്ങിയും സുബോധമില്ലാത്തവനെ പോലെയും ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ധാരാളം വിശ്വാസികൾ ഇന്ന് അനേക സഭകളിൽ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു താല്പര്യവുമില്ല, അതിനെ നോക്കി പാർക്കാതെ എന്ന് വരും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രത്യാശ ഒന്നുമില്ലാതെ അതിനുള്ള യാതൊരു ഒരുക്കവും ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ നാൾ കള്ളൻ വരുന്നത് പോലെയാണ്, അപ്രതീക്ഷിതമാണ് എന്ന് മനസ്സിലാക്കി ഒരുങ്ങാതെ ജീവിക്കുന്ന ആളുകൾ ഉറങ്ങിയും സുബോധമില്ലാതെയും ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു.
ഇതൊക്കെ പൊതുവായിട്ടുള്ള പ്രമാണങ്ങളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. പകൽ ഉറങ്ങുന്നവരും പകൽ മദ്യപിക്കുന്നവരും ഒക്കെ ധാരാളമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു പൊതു പ്രമാണം എന്ന് മാത്രമേ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പോൾ ഇവിടെ നാം പകലിനുള്ളവരാണെങ്കിൽ, അതായത് നാം വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ, നാം വെളിച്ചമാണെങ്കിൽ, നാം ഉണർന്ന് സുബോധത്തോടുകൂടി ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, നാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളാണെങ്കിൽ, വിശ്വാസവും സ്നേഹവും എന്ന കവചം ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമായിട്ടിരിക്കണം. അപ്പോൾ വിശ്വാസം, സ്നേഹം, ഈ കാര്യത്തെക്കുറിച്ച് നാം പല വേദവാക്യങ്ങളിൽ, പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നതായ എല്ലാ ലേഖനങ്ങളിലും തന്നെ ഇത് രണ്ടും, ഈ വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. ഇതേ ലേഖനത്തിൽ വിശ്വാസവും സ്നേഹവും എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ തവണയാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഈ വിശ്വാസത്തെയും സ്നേഹത്തെയും തമ്മിൽ ഒരിക്കലും വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരാൾ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ, ദൈവവിശ്വാസിയാണെങ്കിൽ, അദ്ദേഹത്തിൽ നിന്ന് തീർച്ചയായും ഒരു ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായ ഒരു ദൈവികമായ സ്നേഹം അവർക്ക് മറ്റുള്ള ആളുകളോട് ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വാസവും സ്നേഹവും, നാം പകലിനുള്ളവരാണെങ്കിൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം എന്തിനാണ്? നമ്മെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കവചം എന്ന് പറയുന്നത്. അപ്പോൾ നാം അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ വിശ്വാസവും സ്നേഹവും എന്ന കവചം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ധരിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് മാത്രവുമല്ല, ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ്, തല, രക്ഷയുടെ പ്രത്യാശ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ രക്ഷയുടെ പ്രത്യാശ, തലയാണല്ലോ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതായ അവയവം എന്ന് പൊതുവെ ഗണിക്കുന്നത്. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്നാൽ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നുള്ള നിലയിൽ ഒരു മനുഷ്യന്റെ തലയും തലച്ചോറുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ തലയുടെ രക്ഷയ്ക്കായിട്ട് ശിരസ്ത്രമായിട്ട്, ഹെൽമെറ്റായിട്ട് രക്ഷയുടെ പ്രത്യാശയും ധരിച്ച് സുബോധവുമായിട്ടിരിക്കണം. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും, അതായത് വിശ്വാസവും സ്നേഹവും പിന്നെ അതുപോലെ തന്നെ രക്ഷയുടെ പ്രത്യാശയും ഉണ്ടെങ്കിലും ഇതൊക്കെ വെച്ചുകൊണ്ട് നാം സുബോധമായിട്ടിരിക്കണം, ബോധമുള്ളവരായിട്ടിരിക്കണം. എന്താണ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ബോധം? കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം, ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഒരുക്കത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഒരുക്കത്തിൽ നമ്മളുടെ വിശുദ്ധീകരണമുണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള താലന്തുകളുടെ വ്യാപാരവും അല്ലെങ്കിൽ വ്യവഹാരവും ഉണ്ട്. അതാണ് ഒരുക്കം എന്ന് പറയുന്നത്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. ആകയാൽ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന, വിശുദ്ധിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രബോധനമാണ്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യവും അതില് ഉണ്ട്. അപ്പോൾ അങ്ങനെ സുബോധമായിട്ട് നാം ഇരിക്കണം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് ഈ ഉറക്കത്തെക്കുറിച്ച് ഇതിനു മുമ്പും നാം ഈ മുമ്പുള്ള വാക്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞിരിക്കുന്നതായുള്ള ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഉറക്കത്തെക്കുറിച്ചാണ്, അതല്ലാതെ ആത്മീയ ഉറക്കത്തെക്കുറിച്ചല്ല. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നോടുകൂടെ ജീവിക്കുക, ദൈവത്തോടുകൂടെ നാം ജീവിക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടിയാണ് നമ്മെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്.
നമുക്കറിയാമല്ലോ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുപോലെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. ആ പാപത്തിനാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പരിഹാരം, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്നുള്ള രക്ഷ, സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. അപ്പോൾ നാം അങ്ങനെ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രക്ഷയെ പ്രാപിക്കുവാൻ അത്ര നിയമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രക്ഷയുടെ ഒരു ഭൂതകാല അനുഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉറങ്ങിയാലും കുഴപ്പമില്ല, ഉണർന്നിരുന്നാലും കുഴപ്പമില്ല, ഒരുങ്ങിയാലും കുഴപ്പമില്ല, ഒരുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കൃപാവരങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഉപയോഗിച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം സുരക്ഷിതമാണ് എന്നല്ലല്ലോ സഹോദരി സഹോദരന്മാരെ നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നോടുകൂടെ ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് വേണ്ടി യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാനായിട്ടാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത്. ആ ഒരു വഴിയിൽ നാം ജീവിക്കുക എന്ന് പറഞ്ഞാൽ സുബോധമായി ഉണർന്ന് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന് വഴി എന്ന് പറയുന്നത്. അതിനുശേഷം ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. അപ്പോൾ ഇവിടെയും തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലന് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നല്ല അഭിപ്രായങ്ങൾ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതിയറിയിക്കാൻ ആവശ്യമില്ല. കർത്താവിന്റെ നാൾ എങ്ങനെ വരുമെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് അറിയുന്നു. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. അതിനുശേഷം ഇവിടെ പ്രബോധനത്തെ കുറിച്ച് പറയുകയാണ്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവിൻ. അപ്പോൾ ഈ 11-ാമത്തെ വാക്യത്തോടുകൂടി ഈ ഒരു വിഷയം, പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവിൻ. എന്തിനു വേണ്ടിയാണ് പ്രബോധിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് ആത്മീയവർദ്ധന വരുത്തേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആത്മീയവർദ്ധന വരുത്തുന്നത്? എങ്ങനെയാണ്? എന്താണ് പ്രബോധനത്തിന്റെ വിഷയം? എന്താണ്? അതുപോലെ തന്നെ ഈ പ്രബോധനത്തിലൂടെ ആത്മീയ വർധനവ് വരുന്നത് എന്താണ്? നമുക്കറിയാം, അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത് വചനത്തിലെ വളരെ ധാരാളം പറഞ്ഞിട്ടുള്ളതായ വാക്യങ്ങളാണ്. നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ എന്നുള്ളതായ കാര്യമെന്ന് പറയുന്നത്. ദൈവജനം നമുക്കറിയാം ഈ ഒരു ദുഷ്ടലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവജനത്തെ തെറ്റിക്കുവാനായിട്ടുള്ള ധാരാളം സാധ്യതകൾ, അവസരങ്ങൾ, അതുപോലെ തന്നെ പ്രലോഭനങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്. ക്രിസ്തുവിനോടുള്ള നമ്മളുടെ ഏകാഗ്രതയിൽ നിന്നും നമ്മെ മാറ്റി ഈ ലോകത്തിന്റെ വഴിയെ, അല്ല എങ്കിൽ ലോകസ്നേഹത്തിന്റെ വഴിയെ നമ്മെ കൊണ്ടുപോകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നാം അങ്ങനെ വഴുതി പോകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അന്യോന്യം പ്രബോധിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രബോധിപ്പിക്കേണ്ടത്? നാം ലോകത്തിന്റെ വഴിയെ പോകരുത്, കർത്താവിന്റെ വഴിയെ നിൽക്കണം, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് സ്വന്തം വിശുദ്ധീകരണത്തിലും അതുപോലെ തന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളുടെ ഉപയോഗത്തിലും നാം ഏറ്റവും ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം നാം എപ്പോഴും അന്യോന്യം പറഞ്ഞ് പ്രബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആത്മീയ വർധന വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ വർധന വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷയുടെ പ്രത്യാശയിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവ് എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളത് അറിഞ്ഞ് നമ്മുടെ വിശദീകരണത്തിലും നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതിലും നാം ഏറ്റവും ശുഷ്കാന്തി ഉള്ളവരായിട്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുക. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു തുടർമാനമായ അനുഭവമായി മാറുക എന്നുള്ളതാണ്
ആത്മീയ വർധന വരിക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശിശുവിൻ്റെതായിട്ടുള്ള ശിശു സഹജമായ ധാരാളം ബലഹീനതകളും അല്ലെങ്കിൽ പോരായ്മകളും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ഒരു ശിശു പിന്നീട് ശൈശവകാലമൊക്കെ പിൻവിട്ട് ഒരു ബാല്യക്കാരനായി പിന്നീട് യൗവനക്കാരനായി ഒക്കെ വരുമ്പോൾ താൻ തൻ്റെ ശരീരത്തിലും മനസ്സിലും തൻ്റെ വികാരങ്ങളിലൊക്കെ താൻ കൂടുതൽ കൂടുതൽ പക്വതയും ആരോഗ്യവും പ്രാപിച്ച് ഒരു ശിശുവിനെ പോലെയല്ല, മറിച്ച് ഒരു മുതിർന്ന ആൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വളരെ ഫലകരമായി ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു ശിശുവിന് എന്താണ് ചെയ്യുവാനായിട്ട് കഴിയുക? ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് താല്പര്യം? എന്തെങ്കിലും കഴിക്കണം, ഉറങ്ങണം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ശിശുവിന് താല്പര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം യൗവനക്കാരന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നാനാവിധമാണ്. അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതെല്ലാം അവനെ നിയന്ത്രിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീയമായി നാം വർധന പ്രാപിച്ച് ആത്മീക ശൈശവമൊക്കെ കഴിഞ്ഞ് ആത്മീക യൗവനത്തിലേക്കും ഒക്കെ നാം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കാര്യമായിട്ടുള്ള ജീവിതം പ്രയോജനകരമായി, എല്ലാവർക്കും പ്രയോജനകരമായി തീരുന്ന ഒരു ജീവിത അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ ആത്മീയ വർധനവ് ഒരാൾക്ക് വരുന്നത് കൊണ്ട് ലഭിക്കുന്നത്. ഒരു ശിശു പെട്ടെന്ന് ചിലപ്പം തെറ്റിപ്പോകും. എന്നാൽ ഒരു ബാല്യക്കാരൻ അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ അങ്ങനെ ഏറെ പെട്ടെന്ന് തെറ്റിപ്പോകുന്നതല്ല. ഒരു ശിശു നടക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വീണു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു യൗവനക്കാരൻ അങ്ങനെ നടക്കുമ്പോൾ അവൻ അങ്ങനെ വീണു പോവുകയില്ല. ദൈവത്തിന് ഒരു ശിശുവിനെ അല്ല, മറിച്ച് ഒരു യൗവനക്കാരനെ പോലെ വളരെ ധൈര്യത്തോടും തൻ്റെ അടുത്തോടും ആരോഗ്യത്തോടും കൂടെ നിന്ന് ദൈവേഷം ചെയ്യുവാനും അതുപോലെ സ്വന്തം ജീവിതത്തെ ദൈവോന്മുഖമായി വളർത്തുവാനും കഴിയുന്ന ആളുകളെയാണ് ദൈവത്തിന് താല്പര്യം, ദൈവത്തിന് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നാം എല്ലാവരും ആ ഒരു നിലയിൽ വളരേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഏത് സമയവും ഉണ്ടാകും. നാം വെളിച്ചത്തിൽ വസിക്കുന്നവരാണെങ്കിൽ, വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ, നാം സുബോധമുള്ളവരാണെങ്കിൽ, നാം ഉണർന്ന് ജീവിക്കുന്നവരാണെങ്കിൽ ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവരായിരിക്കും. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഉണർന്നും സുബോധവുമായിട്ടും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശിച്ചും കൊണ്ട് ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.